മുമ്പ് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന നടി പറഞ്ഞാൽ ഈ ഡയലോഗ് വളരെ സ്വാഭാവികമാവുകയും സെറിൻ തീരെ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് അസ്വാഭാവികത വരുമോ എന്നുള്ളൊരു ആശങ്കയും ചർച്ചയൊക്കെ ആ സമയത്ത് നടന്നിരുന്നു. ഞാൻ പക്ഷേ ഫ്ലാഷ് ബാക്കും സ്ലോ മോഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ ഈ സിനിമയിൽ അത് വേണ്ടെന്നുള്ളത് ക്ലിയർ ആയിരുന്നു. ഇഷ്ടമെന്ന് വെച്ചാൽ വേറെ സിനിമകളിൽ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ ആലോചിച്ച് വെക്കുന്നതാണ് അവർ അവരുടെ ശരീരങ്ങൾ കൊണ്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ഒന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, അത് അറിയാനെങ്കിലും എന്താണ് ഇവർ പറയുന്നത് അറിയാനെങ്കിലും സിനിമ കാണും. ഇത് പ്രേക്ഷകരിലേക്ക് കണക്ട് ആകുമോ എന്ന പേടി എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു എഡിറ്റേബിളിൽ എത്തിയപ്പോഴോ അല്ലെ റഷ് കണ്ടപ്പോഴോ? അത് ആരെങ്കിലും ഒന്ന് മാറ്റിയാൽ എനിക്ക് വലിയ അസ്വസ്ഥത. എന്നെ പോലും തൊടാൻ സമ്മതിക്കില്ല. പിന്നെ പക്ഷേ നമ്മൾ ഇതുവരെ വെളിയിൽ പറയാത്ത ഈ പറയുന്ന ഇൻസിഡന്റ് അതാണ് പ്രധാനമായിട്ടും അതിൽ നിന്ന് എടുത്തത്. ഇത്തിരി നേരം എന്താണ്? അതൊരു വികാരമാണോ? അതില്ലെങ്കിൽ ഇതൊരു രാത്രിയാണോ? അല്ലെങ്കിൽ അത് ഒരു ജീവിതകാലം മുഴുവൻ കുറച്ച് നേരം കൊണ്ട് പറയുന്നതാണോ? എനിക്ക് തോന്നുന്നു കറക്റ്റ് പറഞ്ഞത് മൂന്നാമത്തെയാണ്. ഇതിൻ്റെ തുടക്കം തന്നെ എനിക്ക് ഈ ലവ് സ്റ്റോറീസ് ചെയ്യണം എന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹമുണ്ട്. നമ്മൾ ഇഷ്ടമുള്ള ഒരു ഇതായതുകൊണ്ട് അത് കണ്ട് മടുത്ത മുഹൂർത്തങ്ങൾ എങ്ങനെ ഒഴിവാക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആശങ്ക. ഇതിപ്പം ഈ ഒരു സംഭവം ആ സംഭവത്തിനെ വികസിപ്പിച്ചൊരു ലവ് സ്റ്റോറി ആക്കാം എന്നൊരു പോസിബിലിറ്റി വന്നപ്പം ഈ പല ക്ലീഷ്യ മൊമെൻറ്റ്സ് ഒഴിവാക്കി, ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നു, സ്നേഹത്തിലാവുന്നു മുതലായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അതെല്ലാം ഈ പറഞ്ഞ ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യം ഫ്ലാഷ് ബാക്കുകളില്ലാതെ കാണിക്കുന്നു. അപ്പോൾ ഫ്ലാഷ് ബാക്കുകളില്ലാതെ കാണിക്കുന്നത് ഈ ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടെയാണ്. ആ ഫ്ലാഷ് ബാക്കുകളിലുള്ളത് ഒരു പക്ഷേ ക്ലീഷ്യ മൊമെൻറ്റ്സ് ആയിരിക്കും. അതൊഴിവാക്കിയിട്ട് അതെല്ലാം ധ്വനിപ്പിക്കാനും ഈ ഒരു രാത്രിയുടെ ഇത്തിരി നേരം കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിച്ച ഒരു പോസിബിലിറ്റി. കാരണം ഇതൊരു മെച്യൂർ സ്റ്റോറിയാണ്. മെച്യൂർ ഇൻ ദ സെൻസ് ഒരു പ്രണയം കഴിഞ്ഞിട്ട് രണ്ടാമതൊരു പ്രണയത്തിലേക്ക് കടക്കുന്ന ഒരു ഫേസാണ് കൂടുതലും പറയുന്നത്. ഇത് എങ്ങനെ ഡീൽ ചെയ്യണമെന്നാണ് ആദ്യം തൊട്ടേ തീരുമാനിച്ചിരുന്നത്? ഞങ്ങളിപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന റെഫറൻസ് എന്ന് പറയുന്നത് ഒരു ടൈം മെഷീനിൽ കയറി ആ പാസ്റ്റിലോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരായിട്ട്, അതായത് പലപ്പോഴും കാര്യങ്ങൾ നേരിടാനുള്ള ഇമോഷണൽ മെച്യൂരിറ്റി പലതരത്തിലുള്ള സാഹചര്യങ്ങളോ ഇല്ലാത്ത ഒരു കാലത്ത് എടുക്കുന്ന തീരുമാനങ്ങളെ പിന്നെ റിഗ്രറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. കുറച്ചും കൂടെ മെച്യൂരിറ്റി ഉള്ളൊരു കാലത്ത് നിന്ന്, സമയത്ത് നിന്ന്, അവസ്ഥയിൽ നിന്ന്, പ്രായത്തിൽ നിന്നിട്ട് ഈ ഒരു പഴയ കാലത്തേക്കൊരു തിരിച്ചു പോക്ക് അപ്പോൾ എന്തെങ്കിലും മാറ്റാൻ പറ്റും. പക്ഷെ മാറ്റാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. കാരണം യാഥാർത്ഥ്യങ്ങളുടെ ലോകത്താണല്ലോ ജീവിക്കുന്നത്. ഇതൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അതാണ് ഈ ടൈം മെഷീൻ വന്നത്. ടൈം മെഷീൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു അയഥാർത്ഥ എലിമെൻ്റ് ഉണ്ടല്ലോ. അത് പോയിട്ട് വന്നിട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ, പക്ഷെ മാറ്റാൻ പറ്റില്ല എന്നുള്ള മാറ്റാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഒരു ഇതുപോലത്തെ ഒരു പ്രണയകഥ എഴുതുമ്പോൾ പലപ്പോഴും നമുക്ക് വേണ്ടത് പോസുകളാണ്, നിശബ്ദതയാണ് പലപ്പോഴും വേണ്ടത്. എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ ഇന്ന സ്ഥലത്താണ് നിശബ്ദത വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്? അതെങ്ങനെയാണ് എഴുതുന്നത്? അത് എഴുതുന്നതിനേക്കാൾ ഉപരി സംവിധായകനായിട്ടുള്ളൊരു എന്താണ് പറയേണ്ട ഒരു കമ്മ്യൂണിക്കേഷനാണ്. അത് നമ്മൾ എഴുതുന്ന സമയത്തും ആ കമ്മ്യൂണിക്കേഷൻ നടക്കും. പിന്നെ എൻ്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് അതിൻ്റെ ഷോട്ടുകളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്തും ആ കമ്മ്യൂണിക്കേഷൻ നടക്കും. പിന്നെ സെറ്റിൽ നടക്കും. എഴുതുമ്പോൾ നമ്മൾ പലതും എഴുതി വയ്ക്കും. ചിലപ്പോൾ ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കും അതിന് ഉപയോഗിക്കുക. അപ്പോൾ വിഷ്വലി ഇതെങ്ങനെയായിരിക്കും ഈ സൈലൻസ് രേഖപ്പെടുത്തുക എന്നൊരു ധാരണ എഴുതുന്ന സമയത്ത് നമുക്കുണ്ടാവും. ചിലപ്പോൾ ഒരു നിമിഷം എന്നായിരിക്കും ഒരു ഡയലോഗ് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ് അതിന് പറയുന്നത്, ബീറ്റ് എന്നാണ് പറയുന്നത്. ബീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ. മലയാളത്തിൽ എഴുതുമ്പോൾ ഒരു നിമിഷം ചിലപ്പോൾ എഴുതും. അത് പലപ്പോഴും സംവിധായകനോട് അങ്ങനെ ഫോർമലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടാവാറില്ല. ചില സമയത്ത് എഴുതി വെച്ച ഡയലോഗുകൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ സീനിൽ അത് വേണ്ട, ആ ഡയലോഗ് ചിലപ്പോൾ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു നോഷൻ മതി എന്ന് തീരുമാനിക്കുന്നത് അത് പക്ഷേ സെറ്റിൽ വെച്ച് തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ എഴുതി കുറച്ച് വായിച്ച് വരുമ്പോൾ വരുന്ന ഒരു അപ്ഗ്രഡേഷൻ ആയിരിക്കും? അല്ല, ഈ എഡിറ്റിംഗ് പ്രോസസ്സ് ത്രൂ ഔട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ സ്റ്റേജിൽ നമ്മൾ പലതും ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കളയും. സ്ക്രിപ്റ്റ് ലോക്കാവുന്നതിനുണ്ട് ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്ന് ഒരു ലോക്കായ സ്ക്രിപ്റ്റിലേക്കുള്ള യാത്രയുടെ ഇടയിൽ പലതും നമ്മൾ വേണ്ടെന്ന് വെക്കും. അത് ചർച്ചയിലൂടെയാണ്. പിന്നെ ഷൂട്ടിൻ്റെ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും വർക്കാവുന്നില്ല എന്ന് തോന്നിയാൽ ചിലപ്പോൾ അവിടെ വെച്ച് നമ്മൾ അത് മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കും. അത് പക്ഷേ വളരെ മിനിമലാണ് ഈ സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അതൊരു പോസിബിലിറ്റിയാണ്. പിന്നെ കുറച്ച് ഇംപ്രവൈസേഷൻസ് വരും. ആക്ടർ ചിലപ്പോൾ ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ അവർ തന്നെ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും ഇങ്ങനെ കുറച്ചൊന്ന് മാറ്റി പറഞ്ഞാലോ എന്നൊക്കെ. അപ്പം അത് സംഭവിക്കും. പിന്നെ ഫൈനലി എഡിറ്റിംഗ് ടേബിളിലും ഒരുപാട് ഡയലോഗുകൾ പോയെന്ന് വരും. നമ്മുടെ ഈ സിനിമയിലും കുറേ ഡയലോഗുകൾ നമ്മൾ എഡിറ്റിംഗ് ടേബിളിൽ മാറ്റിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ചെയ്തത് ഈ പറഞ്ഞ പോലെ ഒരു ആർട്ട് ഹൗസ് പടങ്ങൾ എന്ന് പറയപ്പെടുന്ന ചിത്രമായിരിക്കാം. പിന്നീട് എന്തുകൊണ്ടാണ് ഒരു കമേഴ്ഷ്യൽ ചിത്രം എടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നത്? എൻ്റെ കഴിഞ്ഞ 2 പടങ്ങളും പ്രോബബ്ലി ഒരു വലിയ കൊമേഴ്സ്യൽ വെർഷൻസ് പോസിബിൾ ആയ കാര്യങ്ങളാണ് അതിൻ്റെ സ്റ്റോറി ലൈൻ വെച്ചിട്ട്. പക്ഷേ എനിക്ക് ആ സമയത്ത് അങ്ങനെ ആ വെർഷൻസിനേക്കാളും ഞാൻ ചെയ്ത വെർഷൻസ് ചെയ്യാനാണ്. ഓരോന്നിലും നമുക്ക് എന്തിലാണ് നമുക്ക് കിക്ക് കിട്ടുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് കിക്ക് കിട്ടുന്നതല്ലായിരുന്നു. കാരണം ഇപ്പം അതിശയങ്ങളെ മേലെ എടുത്താൽ എനിക്കന്ന് ഞാൻ കണ്ടിട്ടുള്ളൊരു പരാതി എന്ന് പറയുന്നത്
എല്ലാ സിനിമയുടെയും വിഷ്വൽ ലാംഗ്വേജ് ഒന്നാണ്. ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്, പിന്നെ ഒരു ഓവർ ദ ഷോൾഡർ ആയിരിക്കും ആൾക്കാർ വർത്തമാനം പറയുകയാണെങ്കിൽ. ഇതെന്തുകൊണ്ട് ഇത് വേറെ രീതിയിൽ ചിന്തിച്ചുകൂടാ? വശങ്ങളിൽ കൂടുതലും സിംഗിൾസിലാണ് കഥ നടക്കുന്നത്, വൈഡുകളിലാണ് കഥ നടക്കുന്നത്, ഒരു സ്റ്റേജ് പ്ലേ പോലെ. അപ്പോൾ അത് കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറുണ്ട്. അതെനിക്കൊന്ന് അന്നത്തെ കാലത്ത് വളരെ കുറവായിരുന്നു അത് യൂസ് ചെയ്തിരുന്നത്. ഒരു കാലത്ത് യൂസ് ചെയ്തിരുന്നു, പിന്നെ അത് കൈമോശം വന്നൊരു ലാംഗ്വേജാണ്. നമ്മുടെ ടി വിയുടെ കടന്നു വരവും ക്ലോസപ്പുകളുടെ അമിതമായ ഉപയോഗം. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കുക എന്നുള്ളൊരു സാധനമുണ്ട്, ട്രൈ ചെയ്യുക എന്നുള്ള സാധനം. അത് അതിൽ ചെയ്തു. പിന്നെ അതിൽ നിന്ന് പഠിച്ച കുറേ ലേണിങ്സുമായിട്ടാണ് ഞാൻ അടുത്ത ദായത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഇതെല്ലാം എനിക്കൊന്ന് അടിസ്ഥാനപരമായി ആ കഥ പറയാനുള്ള ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അതിൻ്റെ പ്രമേയം ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചാണ് മാറുന്നത്. ഇത് തന്നെ എന്തുകൊണ്ട് ഈ രൂപത്തിലായെന്ന് ചോദിച്ചാൽ, ഇത് വിശാഖി സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫീലിംഗ് എന്ന് വെച്ചാൽ, ഇതാണല്ലോ ഞാൻ ഇതുവരെ കൺസിഡർ ചെയ്തതിൽ ഏറ്റവും കൊമേഴ്സ്യൽ സാധ്യതകളുള്ളത്. അപ്പോൾ അത് ആ രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. മറ്റേതൊന്നും അങ്ങനെ തോന്നിയതേ ഇല്ല. അതൊന്നും ഈ പറയുന്ന ആ തരത്തിലുള്ളൊരു ബഡ്ജറ്റോ ഒന്നും ഡിമാൻഡ് ചെയ്യുന്നതായിരുന്നില്ല. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. വളരെ സ്വാഭാവികമായ ഡയലോഗുകളാണ് ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു സിനിമാറ്റിക് എലമെൻ്റ് ഇല്ലാണ്ട് ആ ഡയലോഗ് കൺസ്ട്രക്ട് ചെയ്യാനും പറ്റില്ല. സ്വാഭാവികത സിനിമാറ്റിക്കായിട്ട് കൊണ്ടുവരുന്നാലേ ആൾക്കാർ കാണും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് വിരസമായിട്ട് തോന്നും. അതിന് ബോധപൂർവം എന്താണ് ശ്രമിച്ചിരുന്നത്? ഡയലോഗുകൾ സ്വാഭാവികമാക്കാൻ ഒരു ബോധപൂർവമായ ഒരു ശ്രമം നടന്നിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾ നടന്നിട്ടില്ല. ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് കുറച്ച് കോൺഷ്യസ് ആയി എടുത്ത തീരുമാനമായിരുന്നു. ഇപ്പം ബിഫോർ സീരീസ് ആണ് നമ്മുടെ ഇൻസ്പിറേഷൻ ഈ പടത്തിന്. ഒരു കോൺവെർസേഷണൽ മുഴുനീള കോൺവെർസേഷണൽ റൊമാൻസ് ഡ്രാമ എന്ന് പറയുന്നത് ബിഫോർ സീരീസ് ആണ് ഉള്ളത്. അത് 2 കഥാപാത്രങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എന്തിനെ പറ്റി ഒരു ഇൻഹിബിഷൻസും ഇല്ലാതെ സംസാരിക്കുന്നു. പക്ഷെ അതിൽ ഒരുപാട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വേണ്ട. നമ്മളൊരു മെയിൻ സ്ട്രീമിൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഏരിയാസിലോട്ടൊന്നും നമ്മൾ പോകണ്ട. ആൾക്കാർക്ക് വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം കോൺവെർസേഷൻ നിർത്തിയാൽ മതി എന്നൊരു കോൺഷ്യസ് തീരുമാനമുണ്ട്. ഒരു ഭുജി അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നമുക്കൊരു അസ്വസ്ഥത ഉണ്ടല്ലോ തിയേറ്ററിൽ, അത് ഒഴിവാക്കാനുള്ള ഒരു കോൺഷ്യസ് തീരുമാനം ഉണ്ടായിരുന്നു. ഇതൊരു സ്ലോ ബേൺ ചിത്രത്തിന്റെ മെയിൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ താരങ്ങളെക്കാട്ടും ഉപരി കാസ്റ്റിനാണോ ഇമ്പോർട്ടൻസ്? അതെ തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങൾ ഇതിനകത്ത് അങ്ങനെ താര വാല്യൂ ഒന്നും അല്ല നോക്കിയിട്ടല്ല, ഇതിന് ഏറ്റവും പറ്റുന്ന ആരായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ കാസ്റ്റിംഗ് നടന്നിട്ടുള്ളത്. അത് പെർഫെക്റ്റ് ആണെന്ന് തന്നെയാണ് ഇപ്പം ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസുകളായാലും എല്ലാം സൂചിപ്പിക്കുന്നത് അത് പെർഫെക്റ്റ് ആണ് കാസ്റ്റിംഗ് എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ ഈ ഡയലോഗ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു കാര്യം, കോൺവെർസേഷണൽ ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ ഇവരുടെ കോൺവെർസേഷൻസ് മിക്കവാറും എല്ലാം 2 ക്യാം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതെ, റിയൽ ടൈം തന്നെ എടുക്കുവാണ്. പിന്നെ അഗെയിൻ സിംഗ് സൗണ്ട് ആണ്, ലൈവായിട്ടൊരു നാടകത്തിൽ പെർഫോം ചെയ്യുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ്. സൗണ്ട് ഉൾപ്പെടെ കിട്ടുവാണ്. അതൊരു പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പുകളും നാടകത്തിലെ പോലെ തന്നെയായിരുന്നു. ഒരു 3-4 ദിവസം ഒരു വർക്ക്ഷോപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ടേബിൾ റീഡ് കഴിഞ്ഞ് പിന്നെ റിഹേഴ്സൽ കഴിഞ്ഞ് അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സൗഹൃദം നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് വരാനായിട്ട്. ഞാനിത് എഴുതി ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഷൂട്ടിന്റെ സമയത്ത് ഇപ്പോൾ 7 മിനിറ്റ് ഒക്കെ ഉണ്ട് ഒരു ടേബിളിൽ അപ്പുറത്തും ഇപ്പുറത്തിരുന്നുള്ള ഒരു കോൺവെർസേഷൻ ഇതായിരിക്കും. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 1 മിനിറ്റ് വരെയൊക്കെ ആകുമ്പോൾ ഇവർ തെറ്റിക്കും, അപ്പൊ കട്ട് ചെയ്യും. എന്നിട്ട് എന്തായാലും 2 ക്യാമറ ഉണ്ടല്ലോ, അപ്പം അടുത്ത 1 മിനിറ്റ് 1-2 മിനിറ്റ് അങ്ങനെ ഒരു 3-4 ഘട്ടമായിട്ടായിരിക്കും ഇത് സീൻ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ആദ്യത്തെ ദിവസം ആദ്യത്തെ ടേക്കിൽ തന്നെ ഈ 7 മിനിറ്റിന്റെ സാധനം ഇവര് പ്ലേ ചെയ്യണം, ഒരു തെറ്റും കൂടാതെ അത്രയും നാച്ചുറലൈസ് ചെയ്തിട്ട്. അത് ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് ഭയങ്കരമായി ഇംപ്രസ് ചെയ്തൊരു നമ്മൾ എനിക്കത് ആദ്യത്തെ 2 ദിവസം കൊണ്ട് നമ്മൾ 15 മിനിറ്റ്സ് അങ്ങാണ്ട് ഷൂട്ട് ചെയ്തു. 15-20 മിനിറ്റ്സ് അങ്ങോട്ട് ഷൂട്ട് ചെയ്തു. അതൊരു സാധാരണ സിനിമ പറ്റുന്നില്ല. കാരണം ഈ കോൺവെർസേഷൻ്റെ ആ ബൾക്ക് അങ്ങ് പോവാണ്, ഒറ്റയടിക്കങ്ങ് കടന്നു പോവാണ്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു റിയൽ ലൈഫ് ഒരു വ്യക്തിയുടെ കഥയിൽ നിന്നും പ്രചോദനം കൊണ്ട് ആ വ്യക്തി എനിക്കറിയാം, നമ്മളിവിടെ പേര് പറയുന്നില്ല. പക്ഷെ ഒരു വസ്തുതയും അനുഭവവും തമ്മിലുള്ളൊരു ബാലൻസ് അതെങ്ങനെ കൊണ്ടുവന്നു? റിയൽ ലൈഫ് വ്യക്തിയുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഇൻസ്പയർഡ് ആയെന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ഒരു റൊമാൻസോ അതുപോലെയുള്ള മറ്റ് പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയില്ല. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തതല്ല, നടന്നൊരു ഇൻസിഡന്റ് ആണ്. അതാണ് നമ്മൾ ഈ പ്ലോട്ട് എലമെന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ലവ് സ്റ്റോറി കഥയ്ക്ക് ആവശ്യമായ എൻഗേജിങ് ആയിട്ട് ഈ കഥ പറയാൻ വേണ്ടി വേണ്ട കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുമായിരുന്നു.
പക്ഷേ നമ്മൾ ഇതുവരെ വെളിയിൽ പറയാത്ത ഈ പറയുന്ന ഇൻസിഡന്റ് അതാണ് പ്രധാനമായിട്ടും അതിൽ നിന്ന് എടുത്തത്. പിന്നെ നമ്മൾ ആ ജോഗ്രഫിയോടൊക്കെ നമ്മൾ ട്രൂത്ത്ഫുൾ ആക്കാൻ നോക്കും. കാരണം അതും ഇതിന്റെ ഒരു സെറ്റിംഗ് ആണ്. ഈ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നതിന് ഒരു നല്ല സെറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർ പോയ വഴികളിലൂടെയൊക്കെ തന്നെ നമ്മൾ ഏറെക്കുറെ അത് നമുക്ക് ഭാഗ്യം കൊണ്ടും അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം പങ്കജ് പോലൊരു ഹോട്ടൽ ഷൂട്ടിംഗ് കിട്ടുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആവുന്നു കഥയായിട്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു തവണ പ്രണയിച്ചിട്ട് പിന്നെയും പ്രണയിക്കുന്ന അല്ലെ പ്രണയിക്കപ്പെടുന്ന രണ്ട് വ്യക്തികളുടെ കഥയാണ്. കാലം മാറിയിട്ടുണ്ട്, കാലഘട്ടം മാറിയിട്ടുണ്ട്, അവരുടെ മെൻറ്റാലിറ്റി അടക്കം മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്യാരക്ടേഴ്സും ജഡ്ജ്മെൻറ്റിലാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ജഡ്ജ്മെൻറ്റിലാവാതിരിക്കുക എന്നൊരു കാര്യം ഞാൻ ആദ്യം തൊട്ടേ കോൺഷ്യസ് ആയിട്ടോ അൺകോൺഷ്യസ് ആയിട്ടോ എൻ്റെ സിനിമയിൽ വരുന്ന ഒരു കാര്യമാണ്. ഒരു ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യുന്നില്ല. അത് പല പല രീതികളിലാണ് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ അശ്വങ്ങളെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഒരു വൈഡായിട്ട് ഒരു ഫ്രെയിമിൽ പ്ലേ ചെയ്യുക പറയുമ്പോൾ ബേസിക്കലി സംഭവിക്കുന്നത് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുവാണ്. നമ്മളൊരു കാഴ്ചക്കാരനാണ്, നമ്മൾ ഇൻവോൾവ് ആവുന്നില്ല. ക്യാമറ വഴി നമ്മൾ അധികം മാനിപ്പുലേഷൻസ് ശ്രമിക്കുന്നില്ല. മിക്കവാറും നമ്മളൊരു കാണിയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ഷണോയ്സിൽ കണ്ട ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ സഞ്ചരിക്കുന്ന കാറിനകത്ത് ഞാൻ പെട്ട പോലെ ആയി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാധനമാണ്. അപ്പം നമ്മൾ അവിടെ ഉണ്ട്, പക്ഷെ നമ്മളൊരു കാണി മാത്രമാണ്, നമ്മൾ ഇൻവോൾവ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓരോരുത്തരുമായിട്ടും നമ്മൾ എംപതറ്റിക് ആവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ജഡ്ജ്മെൻറ്റ്. അത് കാരണം എൻ്റെ ക്യാമറയിലൂടെ ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല, വിശാഖിൻ്റെ സ്ക്രിപ്റ്റിലൂടെ വിശാഖ് ജഡ്ജ് ചെയ്യുന്നില്ല. അവരായി കാണിച്ചു തരാൻ മാത്രമാണ് നോക്കുന്നത്. എന്ന് മാത്രമല്ല ഇവരെല്ലാം വളരെ കോംപ്ലക്സ് പേഴ്സണാലിറ്റികളായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ വരുന്നു. ഇവരുടെ ഒന്നും തീരുമാനങ്ങൾ എളുപ്പമല്ല. വിവാഹ ജീവിതം സന്തോഷകരമല്ലാത്തത് കൊണ്ട് വേറൊരു ബന്ധത്തിലേക്ക് പോകുന്ന ആളല്ല. ഇതെല്ലാം കോംപ്ലക്സ്, അങ്ങനെയാണ് ഈ ഈസി ഡിസിഷനുകൾ. ഇതെല്ലാം കോംപ്ലക്സ് ഡിസിഷനുകളാണ്. അതുപോലെ തന്നെ കാണിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ രാത്രി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഈ ചർച്ചകളുടെ റെഫറൻസിൽ 96 രാത്രി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രാത്രി ഉപയോഗിച്ചത് ഇപ്പോൾ ബാർ വർക്കുന്ന വൈകുന്നേരം വരികയുള്ളൂ. ഇപ്പോൾ രാവിലെ ഷൂട്ട് ചെയ്ത ബാർ സീൻസ് വലിയ പാടായിരിക്കും. പക്ഷേ അതിന് ഈ തമാശയ്ക്കപ്പുറം ഈ രാത്രിക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ഒരു സംഭവത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ആ സംഭവം രാത്രിയിൽ ഇൻവോൾവ് ആണ്. അപ്പൊ അത് പിന്നെ അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. രാത്രിയിൽ മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് രാത്രി വന്നപ്പോൾ നമ്മൾ രാത്രിയുടെ സാധ്യതകൾ ഉപയോഗിക്കുകയാണ്. പ്രണയം രാത്രിയും കലരുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ എംപ്റ്റി ആയി കിടക്കുന്നതുകൊണ്ടാണോ രാത്രി കാലങ്ങൾ കുറച്ചുകൂടെ ഇവർക്ക് മാത്രമായിട്ടുള്ള പ്രൈവറ്റ് സ്പേസ് ബിൽഡ് ആവുന്നതുകൊണ്ടാണോ? അതും ഒരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ ഇൻസിഡന്റിനെ ചുറ്റിപ്പറ്റിയാണ് ഇത് എല്ലാം നിലനിൽക്കുന്നത്. പിന്നെ ബോധപൂർവം രാത്രി ആക്കിയതല്ല. അല്ല. ഇപ്പൊ ഒരുപക്ഷെ ഞങ്ങളൊരു പ്രണയകഥ പറയാനാണ് തുടങ്ങിയെങ്കിൽ ഒരുപക്ഷെ രാത്രിയാകണം. അത് രാത്രി എന്ന് പറയുന്ന ഓപ്പറേഷനിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബഡ്ജറ്റ് ഡബിൾ ആക്കുന്ന ഒരു പരിപാടിയാണ് രാത്രി ഷൂട്ട്. പിന്നെ നമ്മളുടെയൊക്കെ ഒരു ആരോഗ്യവും ഒരു വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഷൂട്ടാണ് എല്ലാവർക്കും, കാസ്റ്റിനും എല്ലാം. ഇങ്ങനൊരു കഥ പറയുമ്പോൾ ഒരു വൈകാരികത ബിൽഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിനൊരു ഫ്ലാഷ് ബാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. ഇത് പ്രേക്ഷകരിലേക്ക് കണക്റ്റ് ആകുമോ എന്ന പേടി എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു എഡിറ്റേബിളിൽ എത്തിയപ്പോഴോ അല്ലെ റഷ് കണ്ടപ്പോഴോ? കണക്ട് ആകുമോ ഇല്ലയോ എന്നൊരു ധാരണയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അതൊരു പേടിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് പ്രേക്ഷകർക്ക് കണക്ട് ആവോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ആണ് അല്ലേ? അതെ. പിന്നെ നമ്മൾ ഏതൊരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോഴും, പ്രത്യേകിച്ച് ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആകുമ്പോൾ നമ്മുടെ ജഡ്ജ്മെന്റ് കുറേശ്ശെ നഷ്ടപ്പെടാൻ തുടങ്ങും. നമുക്ക് ഇതിനൊരു ഒബ്ജക്റ്റീവായിട്ട് നമ്മുടെ തന്നെ സൃഷ്ടിയെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. നമുക്ക് തോന്നിയ വികാരങ്ങൾ പ്രേക്ഷകർക്ക് തോന്നുമോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യമായിരിക്കും എല്ലാവർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഫ്ലാഷ് ബാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ കണ്ടു ശീലിച്ച സാധനമാണ് ഈ ഫ്ലാഷ് ബാക്ക്, സ്ലോ മോഷൻസ് ഒക്കെ. ഇപ്പോൾ ഒരു മാസ് സീൻ കാണിക്കണമെങ്കിൽ ഇപ്പോൾ പണ്ട് അത്രയ്ക്ക് സ്ലോ മോഷൻ ഇല്ലെങ്കിൽ ഇപ്പോൾ മുട്ടിന് സ്ലോ മോഷൻസ് ഇട്ടാണ് സീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ആളിങ്ങനെയാണെന്ന് കാണിക്കുന്നത്. പക്ഷെ ഒരു കഥ പറയാൻ ഒരു ഫ്ലാഷ് ബാക്ക് ഇല്ലാത്തപ്പോൾ ആൾക്കാർ എങ്ങനെ അങ്ങനെയൊക്കെ തിരിച്ചു പോകുന്നുള്ളത് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ തീരുമാനിച്ച, അല്ലെങ്കിൽ സീനിലൂടെ പറയണമെന്ന് തീരുമാനിച്ചാണോ സംവിധാനം? ഇത് ഈ ഫ്ലാഷ് ബാക്കിൻ്റെ കാര്യം എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. എനിക്ക് നിർബന്ധമായി എനിക്ക് വലിയ പ്രശ്നമുള്ള ഫ്ലാഷ് ബാക്ക്, വോയിസ് ഓവർ, സ്ലോ മോഷൻ, ഇതൊക്കെയാണ് എനിക്ക് വലിയ അലർജിയുള്ള കാര്യങ്ങൾ. അത് കാരണം എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഞാൻ തന്നെ അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു എക്സ്ട്രീം ഇത് വരുന്നതെന്ന്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുറച്ച് മാനിപ്പുലേറ്റീവാണ് നമ്മൾ. നമ്മൾ ഈസി വേ ഒക്കെ കൊടുക്കുവാണ് പ്രേക്ഷകന്. അത് ധ്വനിപ്പിക്കാൻ പാടാണല്ലോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് പണിയെടുക്കണം, പ്രേക്ഷകനും കുറച്ച് പണിയെടുക്കണം. അതിന് പകരം ഇതാണെന്ന് നടന്നത് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ എല്ലാവരുടെയും ജോലി കുറച്ച് ഈസി ആവുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഈ സ്ലോ മോഷൻ വഴി ബിൽഡ് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ അമിത ഉപയോഗം വഴി നമ്മൾ ഇമോഷൻസ് ചെയ്യുന്നത്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്ന ഒരു സംഭവം ആദ്യമേ ഉണ്ടായിരുന്നു. പ്രശാന്തിന് കുറച്ച് ഡയറക്ഷൻ ടീമിൽ നിന്നും
മറ്റ് ചില സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, കുറച്ച് ഈ ഫ്ലാഷ് ബാക്ക് ഉപയോഗിക്കാൻ അറ്റ്ലീസ്റ്റ് ഈ ഗാനരംഗങ്ങളിലെങ്കിലും. അത് ഭയങ്കര ഡ്രൈ ആയി പോകും വിഷ്വലി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കോളേജ് കാലമൊക്കെ കാണിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് പല ചോദ്യങ്ങളും വന്നിരുന്നു. അപ്പോൾ പ്രശാന്ത് വളരെ ക്ലിയർ ആയിരുന്നു. വെച്ചിട്ടാണോ? ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഒരുപക്ഷെ കാണുമായിരിക്കും ഈ ഇപ്പം നിന്ന് കഥ പറയുക എന്നുള്ളൊരു കാര്യം. രണ്ട്, എനിക്കതൊരു കുറച്ച് ലേസി ടെക്നിക്കായിട്ട് തോന്നുന്നുള്ളതാണ്. അൺലെസ് ഇപ്പോൾ ഈ രണ്ട് ടൈം ലൈൻ ഒക്കെ കാണിച്ച് അതൊരു നരേറ്റീവ് ഡിവൈസ് ആയിട്ട് തന്നെ ഉപയോഗിക്കും. ഇപ്പോൾ എന്താ പറയുക, മൊമെൻറ്റോലൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിനൊരു സാങ്കത്യമുണ്ട്. അതല്ലാതെ ഒരു കാര്യം കാണിക്കാൻ പഴയത് തന്നെ കാണിക്കണമെന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചൊരു നമ്മൾ കുറച്ച് മടി പിടിക്കുന്നില്ലേ. കാരണം വേറൊരു കാര്യം, ഇത് തിരുവനന്തപുരത്ത് പല ഭാഗത്തുമുള്ള അവരുടെ റൊമാൻസിനെ പറ്റി പറയുമ്പോൾ അത് നമ്മളും കൂടെ ചേർന്നൊന്ന് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവരുടെ ആ രൂപത്തിലേക്ക് നമ്മൾ അതിനാണല്ലോ ഇപ്പൊ ഒക്കെ ഉപയോഗിച്ച് പഴയ അതിലേക്ക് പോയില്ല എന്നുള്ള. ഞാൻ പക്ഷേ ഫ്ലാഷ് ബാക്കും സ്ലോ മോഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പറഞ്ഞതല്ല, പക്ഷെ ഈ സിനിമയിൽ അത് വേണ്ടെന്നുള്ളത് ക്ലിയർ ആയിരുന്നു. ഇഷ്ടമെന്ന് വെച്ചാൽ വേറെ സിനിമകളിൽ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ മാസ് പടങ്ങൾ നമ്മൾ സ്ലോ മോഷൻ തന്നെയാണ് ആസ്വദിക്കുന്നത്. അതിൽ വേറെ തെറ്റൊന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. റോഷനായാലും ശരി, സെറിനായാലും ശരി, നന്ദുചേട്ടനായാലും ശരി, ആനന്ദൊക്കെ ആയാലും ശരി, അവരുടെയൊക്കെ പാട്ടൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പിന്റെ സമയത്ത് എന്തായിരിക്കും അവരോടൊക്കെ പറഞ്ഞത്? അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നറേഷൻ തന്നെയാണോ? സ്ക്രിപ്റ്റ് നറേഷൻ തന്നെയാണ് ആദ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഞാൻ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ കാര്യം ശരിക്കും റോഷനും സാറിനും മാത്രമാണ്. കാരണം അവരുടെ ഇന്ററാക്ഷൻ ഒക്കെ ആയിരുന്നു ഞങ്ങൾക്കൊന്ന് എന്ന് വെച്ചാൽ കുറച്ച് ഫിസിക്കലി ഇൻവോൾവ് ആവുന്ന കുറച്ച് കാര്യം. അപ്പോൾ അതൊന്ന് എനിക്ക് പക്ക ആക്കണമായിരുന്നു. എങ്ങനെയാണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു കാര്യമല്ല. ഞങ്ങൾ ആലോചിച്ച് വെക്കുന്നതാണ് അവർ അവരുടെ ശരീരങ്ങൾ കൊണ്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ഒന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, അത് അറിയാനെങ്കിലും എന്താണ് ഇവർ പറയുന്നത് അറിയാനെങ്കിലും സിനിമ കാണട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അല്ല, ഇവരോട് റഫായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് കോൺഷ്യസ്ലി ഞാൻ ചെയ്തൊരു കാര്യം, ഇവര് റോഷനും സാറിന്റെയും ക്യാരക്ടേഴ്സ് ഉള്ള മെജോറിറ്റി ഓഫ് സീൻസിൽ മറ്റവരില്ല, അവർ വേറൊരു ലൊക്കേഷനിലാണ്. പക്ഷെ ഈ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലും ആ ഭാഗങ്ങൾ എനിക്ക് നന്ദുചേട്ടൻ്റെ എത്രത്തോളം, ആനന്ദിന്റെ സ്ട്രിക്ട്ലി ഞാൻ ആ ഭാഗങ്ങൾ ആനന്ദ് കണ്ടിട്ടേ ഇല്ല, അറിഞ്ഞിട്ടേ ഇല്ല. ആനന്ദ് പിന്നെ സിനിമ കാണുമ്പോഴാണ് ഇതൊക്കെയാണ് അവർക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നത്. നന്ദുചേട്ടനും വിശദമായിട്ട് കണ്ടില്ല. ഇവര് രണ്ടുപേരും ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെ സീൻസ് മാത്രം ഒരു ടേബിൾ റീഡ് പോലെ വാങ്ങിക്കുമായിരുന്നു. അതിന് മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാനും വിശാഖും സത്യം പറഞ്ഞാൽ വരത്തരാണെന്ന് പറയാം തിരുവനന്തപുരത്ത്. അപ്പം ഞങ്ങളുടെ തിരുവനന്തപുരം ഈ സ്ലാങ്ങിന്റെ നോളജിനും ലിമിറ്റേഷൻസ് ഉണ്ട്, കുറച്ച് കലർപ്പുകളൊക്കെ വരാം. അപ്പം ഇവർ രണ്ടുപേരും എക്സ്പേർട്സ് ആണല്ലോ. അപ്പം നന്ദുചേട്ടനാണ് ഒരുപാട് വാക്കുകൾ തിരിച്ച്, ഇത് തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്ന വാക്കുകളല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കൊല്ലം ഇതുകൊണ്ട്, അപ്പൊ കൊല്ലത്ത് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അറിയാം, ഞങ്ങൾക്ക് ഇതെല്ലാം സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അതൊക്കെ നന്ദുചേട്ടൻ ഒന്ന് ക്ലിയർ ആക്കണം. അപ്പം ആ ഒരു സാധനമായിരുന്നു. ഈവൻ ബാക്കി ഇപ്പം ജിയോ സംസാരിക്കുന്ന കാര്യങ്ങൾ, ജിയോയുടെ ക്യാരക്ടർ സംസാരിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം അതിനകത്തൊക്കെ ഒരു ഡയലക്ട് കോച്ച് എന്നുള്ള രീതിയിൽ നന്ദുചേട്ടൻ ഇൻപുട്സ് വന്നിട്ടുണ്ട്. അതായിരുന്നു അവരുടെ വളരെ ഷോർട്ട് ഒരു പീരീഡ് ആയിരുന്നു അവരുടെ. ഈ റോഷൻ സാറിനായിരുന്നു മെയിൻ. അത് ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഈ ലോങ് കോൺവെർസേഷൻ ഒരു നാടകം പോലെ നമുക്ക് പ്ലേ ഔട്ട് ചെയ്യാനുള്ള കാര്യം ആയതുകൊണ്ട് അത് നാടകം പോലെ ഒരു റിഹേഴ്സൽ. ഇവർ ഒരുപാട് അല്ലാതെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ആദ്യത്തെ ദിവസം ഫസ്റ്റ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു ലോങ് അത് തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് സിനിമയ്ക്ക് അകത്ത് വന്നു കഴിഞ്ഞു ആദ്യത്തെ ദിവസം. അതെ അതെ, ക്യാരക്ടർ ആവുന്ന ഒരു പ്രോസസ് ഇല്ലായിരുന്നു. പല ആക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യത്തെ 2-3 ദിവസം എടുക്കും കിട്ടാനെന്നുള്ളത്. ഒരു മെച്യൂർ സ്റ്റോറിയാണ് എഴുതുന്നത്. ഈ രണ്ട് ക്യാരക്ടേഴ്സും മെച്യൂറാണ്, ലൈഫ് കണ്ടവരാണ്. എപ്പോഴെങ്കിലും ഇവരുടെ ഒരു ലൈഫിലെ ഒരു ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്, ഫിസിക്കലി ഇൻറ്റിമേറ്റ് മൊമെൻറ്റ് കഥയിൽ വന്നാൽ അത് നല്ലതായിരിക്കുമോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ജെല്ലാവുമോ എന്ന് തോന്നിയോ? ഈ ഒരു ആശയക്കുഴപ്പം എനിക്കുണ്ടായിരുന്നു സത്യത്തിൽ എഴുത്തിൻ്റെ സമയത്ത്. അത് നമ്മൾ കുറച്ച് ചർച്ച ചെയ്തതുമാണ്. അത് എത്രത്തോളം ഈ ലൈൻ എന്ന് പറയുന്നത്, ഈ ലൈൻ നിർവചിക്കുന്നത് സത്യത്തിൽ നമ്മളല്ല, നമ്മുടെ സമൂഹമാണ് നിർവചിക്കുന്നത്. അപ്പോൾ നമ്മൾ സമൂഹത്തെ പേടിച്ചല്ല, ഈ സിനിമ അല്ല, ഈ ഒരു സാഹചര്യത്തെ ചുറ്റിപ്പറ്റിയ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ല. പക്ഷേ ഇവർ അത് സംഭവിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അത് ഇന്റന്റ് ചെയ്തിരുന്നുവെന്നും നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സേഫ് പരിപാടി അല്ല ഇതിൽ കളിച്ചിരിക്കുന്നത്. ഞങ്ങൾ കൂടുതൽ ശ്രമിച്ചത് ടീസ് ചെയ്യാനാണ് ആളുകളെ, പ്രേക്ഷകരെ. പക്ഷേ ഇതൊരു ചോദ്യമാണ്, നമുക്ക് എത്രത്തോളം ടോളറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു മെയിൻ സ്ട്രീം പ്രേക്ഷകൻ എന്ന നിലയിലും പൊതുവെ ഒരു സമൂഹം എന്ന നിലയിലും നമ്മുടെ മോറൽ ബൗണ്ടറീസ് എത്രത്തോളം റിജിഡ് ആണെന്നും എത്രത്തോളം നമ്മൾ ജഡ്ജ്മെന്റിലാണെന്നും ഒക്കെ ഉള്ളത് അതൊരു ചോദ്യമാണ്. പക്ഷെ ഒരു ജെൻസിക്ക് മുമ്പ് നിങ്ങളിങ്ങനെ സിനിമ കൊടുക്കുമ്പോൾ അവർ അത്രയ്ക്ക് ജഡ്ജ്മെന്റിലാകുമോ? അല്ലെങ്കിൽ ഇപ്പോഴുള്ളൊരു തോട്ട് പ്രോസസ്സിൽ ആൾക്കാർ അങ്ങനെ ഒരു സീൻ ഉണ്ടെങ്കിൽ തന്നെ അത്ര ജഡ്ജ്മെന്റ് ആവാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഒക്കെ അതേ ബാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആ
കണ്ടീഷനിങ്ങിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് മുക്തരല്ല എന്നാണ്. ജനറേഷനിലല്ല അത്, എല്ലാ ജനറേഷനിലും രണ്ട് തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. എനിക്കൊന്ന് മെജോറിറ്റി ഈ പറയുന്ന ജഡ്ജ്മെന്റിലാവുന്നവരായിരിക്കും. മാത്രമല്ല ഒരു മെയിൻ സ്ട്രീം സിനിമ എടുക്കുമ്പോൾ നമുക്ക് ജെൻസിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഇന്ന ഏജ് ഗ്രൂപ്പിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും. അതെ അതെ. അല്ല, ഈ തോട്ട് പ്രോസസ് ഉള്ള ആൾക്കാരുണ്ട്, വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് എല്ലാ പ്രായങ്ങളിലും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഇതെല്ലാം കൺസിഡർ ചെയ്ത് വേണം നമ്മൾ ഇത് ചെയ്യാൻ. സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയ സ്ക്രിപ്റ്റ് എന്നൊരു കാര്യമാണ്. ഒരു ആക്ടർ അതിൽ കൂടെ പോകുമ്പോൾ എത്രമാത്രം വരെയൊന്ന് ചാടി മാറി പണിയെടുക്കാൻ സമ്മതിക്കാറുണ്ട്? ആദ്യത്തെ ഷോർട്ട് ഫിലിം ഒഴിച്ച് അത് ഞാൻ ഒരു കഥയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതാണ്. ബാക്കി മൂന്നിലും വേറെ ആൾക്കാരായിരുന്നു റൈറ്റേഴ്സ്. ഞാനും ക്ലോസ് ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. പക്ഷെ ഇത് വൺസ് ആ പേജിൽ വന്ന് നമ്മൾ ഈ സാഹിത്യത്തിൽ നിന്നൊക്കെ തുടങ്ങുന്നുണ്ടായിരിക്കും, ആ പേജിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനോട് വലിയ റെസ്പെക്റ്റ് ആണ്. അപ്പോൾ അത് പേജിൽ വരുത്തുന്ന പെർഫെക്റ്റ് ആക്കാനും നമ്മൾ ഈ പറഞ്ഞ പല ചർച്ചകളിലൂടെയും അത് ഞാൻ ഉറപ്പിക്കും. പേജിൽ വരുന്ന പെർഫെക്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ആരെങ്കിലും ഒന്ന് മാറ്റിയാൽ എനിക്ക് വലിയ അസ്വസ്ഥത. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ തലയിൽ അത് പ്ലേ ആവുന്നത്. അപ്പോൾ ഇത് പലരും കണ്ട ആൾക്കാർ, മീൻസ് എൻ്റെ പ്രോസസ്സ് കാണുന്ന ആൾക്കാർക്ക് അവർക്ക് ഭയങ്കര അതിശയമുള്ള എങ്ങനെയാണ് ഇത് എൻ്റേതാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇത് വേറൊരാളുടെ സ്ക്രിപ്റ്റാണെന്ന് തോന്നാറില്ല. അപ്പം ഞാൻ അത്രയും ഇന്റേണലൈസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് തിരുത്തുകൾ വരുത്താനും എനിക്ക് പറ്റും. കാരണം ഞാൻ ആ റൈറ്ററിൻ്റെ സ്റ്റേറ്റിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഈ ആദ്യമായിട്ട് റോഷനത്ത് ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ ഈ വർക്ക്ഷോപ്പ് ഫേസ് ഇൻട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യത്തെ ദിവസം എൻ്റെ ആശ്വാസം നമ്മുടെ ഡയലോഗ് എല്ലാം റോഷൻ പറഞ്ഞു കൊടുക്കും, ഒരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. അത് കറക്റ്റ്. എനിക്ക് ഏറ്റവും പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം മോഡുലേഷനാണ്. ഞാൻ സാധാരണ ആൾക്കാരെ ഏറ്റവും പുഷ് ചെയ്യേണ്ടി വരുന്ന മോഡുലേഷൻ ശരിയാക്കാനാണ്. ഇത് ഞാൻ എന്താണ് വിചാരിച്ചത് അത് തന്നെയാണ് റോഷൻ. അതിൻ്റെ അപ്പുറത്തോട്ട് പോയാലേ ഉള്ളൂ, എൻ്റെ മുകളിലേക്ക് പോയാലേ ഉള്ളൂ. ഇതിൽ ഇംപ്രവൈസ് ചെയ്തിട്ടുള്ളത് ശരിക്കും ആനന്ദും നന്ദുചേട്ടനുമാണ്. അത് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ തമാശയാണ് അവരുടെ ഏരിയ എന്നുണ്ടായതുകൊണ്ട് നമുക്ക് അപ്പോൾ അറിയാം. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ആനന്ദിൻ്റെ ഓഡിഷന് വേണ്ടിയിട്ട് ആദ്യം വന്നപ്പോഴത്തേനും ആനന്ദിനകത്ത് നിന്ന് എന്ന് വെച്ചാൽ അത് അപ്പം വലിയ പാടാണല്ലോ, അത്രയും കാണാൻ പഠിച്ച് പറയാന്ന് പറഞ്ഞു. അപ്പോൾ ആനന്ദ് കുറച്ച് കൈ നിർത്തുന്നു. അപ്പോൾ എനിക്ക് കുറച്ചൊരു അസ്വസ്ഥത വരുന്നുണ്ട്. അല്ല ഇതുപോലെയൊക്കെ തന്നെ ചെയ്താൽ കൊള്ളാമെന്ന്. പിന്നെ പക്ഷേ നമ്മൾ ശരിക്കും മനസ്സിലാക്കും ആനന്ദിൻ്റെ ക്യാരക്ടർ ആയി കഴിഞ്ഞിട്ട് വരുന്ന ഒരു വാല്യൂ അഡീഷൻ. അതിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ചില ഡയലോഗൊക്കെ ആനന്ദ് കൈ നിടും. അപ്പം ഞാനത് എന്ത് ചെയ്യും, ഞാൻ അടുത്ത ടേക്കിൽ അതിന് കവറേജ് എടുക്കാതിരിക്കാൻ നോക്കും. കാരണം എനിക്ക് മറ്റേ ഡയലോഗ് തന്നെ വേണമല്ലോ. അപ്പം പിന്നെ ഒരു വർഷം എനിക്ക് ഓർമ്മയുണ്ട്, റോഷൻ വന്നിട്ട് ആനന്ദിൻ്റെ മറ്റേ വേരിയേഷൻ എടുത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ അതും കൂടെ എടുത്ത് വെച്ചു. പക്ഷേ എഡിറ്റിൽ വന്നപ്പോൾ ആനന്ദിൻ്റെ വേരിയേഷൻ തന്നെയാണ് ഉപയോഗിച്ചത്. കാരണം ഇതൊക്കെയാണ് നമ്മുടെ പലപ്പോഴും നമ്മൾ ജഡ്ജ്മെൻറ്റുകൾ അപ്പം എടുക്കുന്നതല്ലായിരിക്കും പിന്നെ എഡിറ്റ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ എഡിറ്റ് ടേബിളിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആനന്ദിൻ്റെ വെർഷനാണ് നല്ലതായിട്ട് തോന്നിയത്. ഭാഗ്യത്തിന് അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റി. പിന്നെ നന്ദിച്ചേട്ടൻ, പിന്നെ ഇവർ തമ്മിൽ ചെയ്യുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന സാധനമുണ്ട്. പിന്നെ അപ്പം ചിലപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ പോർഷനിൽ ആണ് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുള്ളത്. മറ്റേ പോർഷനിൽ ഏറെക്കുറെ ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് തന്നെയായിരുന്നു പോയത്. ഇല്ല അല്ല, അതിൽ വെച്ചാൽ ഈ പോർഷനിലില്ല, അവരുടെ ഈ അനീഷ് അഞ്ജന പറയുന്ന പോർഷനില്ല. അയ്യോ, ഞാൻ ആ സാധനം പറയാൻ വിട്ടുപോയേട്ടാ. നമ്മള് അനീഷ് എന്ന മാധ്യമപ്രവർത്തകൻ നടത്തുന്ന പോഡ്കാസ്റ്റിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്, നമ്മുടെ സിനിമ തുടങ്ങുന്നത്. നമ്മൾ വീണ്ടും ഫുൾ സർക്കിൾ കഴിഞ്ഞ് അനീഷിന്റെ പോഡ്കാസ്റ്റിൽ ഇരിക്കുകയാണ്. നമ്മൾ ഇതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, എന്നെ ഫാറ്റ് ഷെയിം ചെയ്യണോ, തടിച്ച് എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ ട്രെയിലറിലൊക്കെ. അത് നമ്മൾ കുറേ അല്ല, 1-2 നടിമാരെ മുമ്പ് തീരുമാനിച്ച് പിന്നെ അത് നടക്കാതെ വന്ന് ഡേറ്റ് ക്ലാഷ് ഒക്കെ വന്ന് അവസാനം ഭാഗ്യത്തിന് കിട്ടിയതാണ് സെറിന്. ഷൂട്ട് തുടങ്ങാറാകുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് മുമ്പ് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന നടി പറഞ്ഞാൽ ഈ ഡയലോഗ് വളരെ സ്വാഭാവികമാവുകയും സെറിൻ തീരെ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് അസ്വാഭാവികത വരുമോ എന്നുള്ളൊരു ആശങ്കയും ചർച്ചയൊക്കെ ആ സമയത്ത് നടന്നിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് മാറ്റി എഴുതാമല്ലോ, ഈ ഡയലോഗ് നമുക്ക് മാറ്റിയെടുത്ത് തൊട്ട് പോരുന്നതാണ്. അപ്പം മൊത്തത്തിൽ ഒരു ലോക്കായി കഴിഞ്ഞ് കൺവിൻസ്ഡ് ആയ ഒരു സ്ക്രിപ്റ്റ്. പിന്നെ ഞാൻ എന്തെങ്കിലും സജഷൻ പറഞ്ഞാൽ പോലും ഇല്ല ഇത് വർക്കാണ്, ഇനി ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഇതിന്റെ പേര്, ഈ ഡയലോഗ് അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് വെക്കണം എന്നുള്ള പേരിൽ നമ്മൾ പല കാസ്റ്റിംഗ് ചോയ്സസ് ഒഴിവാക്കിയിട്ടുണ്ട്. മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ വേണ്ട, കാരണം ഈ ഡയലോഗ് പറയാൻ പറ്റത്തില്ല എന്നുള്ള. പക്ഷെ അതിന് കാരണം വെച്ചാൽ ആ ഡയലോഗ് ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ അത് ഇത് റോഷനും കൺവിൻസ്ഡ് ആയിരുന്നു ഇതിനെ പറ്റിയിട്ട്, അത് നമുക്ക് തുടങ്ങണ്ട എന്നുള്ള. ഇല്ല അതൊന്നും അല്ല പോകുന്നത്. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് അങ്ങനെ തോന്നിയാലും ഇത് കൊണ്ടുപോയി എത്തുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ ഒരു ആ പേ ഓഫ് വേണമെങ്കിൽ ഈ സെറ്റപ്പ് വേണമെന്ന് ഞങ്ങൾക്കെല്ലാം കൺവിൻസ്ഡ് ആയിരുന്നു. പറഞ്ഞ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. റിഹേഴ്സലിനും ഈ സെറ്റിലെത്തി കഴിഞ്ഞാൽ അവിടെ ഒരു സ്വാഭാവികത ഉണ്ടാവുമല്ലോ. റിഹേഴ്സലിൽ അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യില്ല. നമ്മൾ ഈ ക്യാരക്ടേഴ്സിനോട് കടന്നു പോവുള്ളൂ. ഒരു പക്ഷെ ചിലപ്പം ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ടാവും.
അതിനുശേഷം റിഹേഴ്സലിൽ നിങ്ങൾ മനസ്സിൽ കണ്ട സാധനം വന്നിട്ട് ഇവിടെ ഒന്ന് സ്വാഭാവികമായിട്ട് അഭിനയിപ്പിക്കുമ്പോൾ അത് ഡയറക്ടർക്ക് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ പറ്റുക? എനിക്കങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. കാരണം ഇത് ഈ സ്വാഭാവികത എന്ന് പറയുന്നത് വളരെ അഭിനയ സ്വാഭാവികമായിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ഒട്ടും നാടകീയത പാടില്ല എന്നുള്ളത് ആ ഒരു മീറ്റർ എപ്പോഴും എൻ്റെ തലയിൽ കയറി കൂടിയാണ്. അത് ആദ്യത്തെ ഷോർട്ട് ഫിലിം തൊട്ടേ ആ ഒരു സാധനമുണ്ട്. എനിക്ക് തോന്നുന്നു അതിനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ആയിരിക്കണം തോന്നുന്നു ഈ സിംഗ് സൗണ്ട് ഒക്കെ ആദ്യം തൊട്ടേ വരുന്നത്. ഇപ്പം 2012 ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ സിംഗ് സൗണ്ട് എന്ന് പറയുന്നത് ആരും ആലോചിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇത് അതുകൊണ്ടൊക്കെയാണ് ആ നാച്ചുറാലിറ്റി വരണം എന്നുള്ള ഇതിൽ നിന്നാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ സ്ക്രിപ്റ്റിൽ അത് എൻഷുർ ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റിൽ തന്നെ ഇത് ഒട്ടും അതിനാടകീയമാവാത്ത അൺനാച്ചുറൽ ആവാത്ത ഡയലോഗുകളാണ് ഈ എഴുതി വെക്കുന്നതെന്നുള്ളത് എൻഷുർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അത് പിന്നെ അതൊന്ന് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അത് അവർ ആക്ടേഴ്സിൻ്റെ കേപ്പബിലിറ്റി വെച്ചിട്ട് അവർ ചെയ്യുമ്പോൾ വളരെ അപൂർവമായിട്ട് എനിക്ക് ഈ മീറ്ററുകൾ ഒരു ഘട്ടം താഴെ ഒരു ഘട്ടം മുകളിൽ എന്നൊക്കെ പറയേണ്ടി വരാറുള്ളൂ. ഇപ്പം നന്ദു ചേട്ടൻ കുറച്ചും കൂടെ ലൗഡായിട്ട് ആക്ട് ചെയ്ത് റോൾസ് ചെയ്യുന്ന ആളാണ് യൂഷ്വലി. അപ്പോൾ നന്ദു ചേട്ടൻ്റെ ഫസ്റ്റ് ഡേ ചേട്ടാ ഇത്രയല്ല, ഇതിൻ്റെ ഒരു ഘട്ടം താഴെയാണ്. അതോടെ ചേട്ടനും അത് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഇപ്പം ഞാൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ആക്ടറേ അല്ല, എന്തെങ്കിലും അല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് ആക്ടർ അല്ല എന്നുള്ളതാണ്. അപ്പം അത് അങ്ങനെയുള്ള ഒരാൾ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റും. ആ ഒരു നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനേ പറ്റും. അല്ല, ജഡ്ജി എന്ന് ഞാൻ തന്നെയാണ്, പക്ഷെ എന്തെങ്കിലും ചെയ്ത് കാണിക്കണമെങ്കിൽ ഇങ്ങനെ അല്ലാതെ കാണിക്കണമെങ്കിൽ എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു നോബ് മനസ്സിലാക്കി അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയോ സാധിക്കുന്നുണ്ട്. അതെ. അപ്പൊ അതെനിക്ക് എങ്ങനെയോ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ ഈ അതിശയങ്ങളെ അഭിനയിച്ച അന്ന് 9 വയസ്സുണ്ടായിരുന്ന ചന്ദ്രകിരൺ ആയാലും ഈ പറയുന്ന നന്ദുചേട്ടനോ അല്ലെങ്കിൽ എന്താണ് അങ്കുലിചേട്ടൻ അഭിനയിച്ച നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി എന്ന് പറഞ്ഞ കഥകളി നടനായാലും അവർക്കൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പൊ അതെങ്ങനെയാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പക്ഷെ കാര്യം നടന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ തുടണ്ടാന്നാണ്. ഒരു പാസ്റ്റ്, ഒരു പ്രസന്റ്, ഒരു റീസ്റ്റാർട്ട്, ഇതായിരുന്നു ഇതിന്റെ ഒരു ബേസ്. അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഡ്രമാറ്റിക് ആയിട്ട് എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് പിന്നെ പോകുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ഫോം മനസ്സിലുണ്ട്, എന്ത് തരം സിനിമ ആയിരിക്കണം. അപ്പോൾ ഒരു കോൺവെർസേഷണൽ റൊമാൻസ് ഡ്രാമ എന്ന് പറഞ്ഞൊരു ഫോം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ നമ്മുടെ ഈ ഇൻസിഡൻറ്റും അതിനെ ചുറ്റിപ്പറ്റിയൊരു പ്ലോട്ടും അതിന് വേണ്ട ക്യാരക്ടേഴ്സും അത് ഈ ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഇതായിരുന്നു തോട്ട് പ്രോസസ്സ്. അങ്ങനെയൊരു ഇങ്ങനൊരു എന്താണ് ഒരു അബ്സ്ട്രാക്ട് തലത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ആബ്സ്ട്രാക്ട് തലങ്ങൾ എമേർജ് ചെയ്ത് വരുന്നത് ഈ റൈറ്റിംഗ് പ്രോസസ്സിലാണ്. അത് എനിക്ക് തോന്നുന്നൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി കഴിയുമ്പോഴാണ് നമ്മൾ തന്നെ റിയലൈസ് ചെയ്തത് എന്തിനെ കുറിച്ചാണ്, ഇതിന്റെ തിമാറ്റിക് ഷെയ്ഡ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ പോയി ചിലപ്പോൾ റിവിഷൻസ് ചെറുതായിട്ട് വരുത്തും. പക്ഷെ നമുക്ക് തന്നെ ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ കഴിയുമ്പോഴാണ്. ഇങ്ങനൊരു സിനിമ എടുക്കുമ്പോൾ ഇത് ഡൈജസ്റ്റ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, ഇത് കറക്റ്റായിട്ട് എത്താത്ത ആൾക്കാർ. എന്തുകൊണ്ടാണ് ഇവർ, അപ്പോൾ അവർക്കൊരു ഭാര്യയില്ലേ, കുട്ടിയുടെ ഇത് പിറ്റേ ദിവസമല്ലേ, പിന്നെന്തിനാണ് ഇവർ നടക്കുന്നത്? പക്ഷേ ഈ ഒരു ആ രാത്രി മുഴുവൻ ഇവർ മാത്രമാണ്, വേറെ ആരുമില്ല, ഇവരെ ലോകത്ത് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു കഥ പറയുമ്പോൾ എങ്ങനെ ഒരു എനിക്ക് ചോദ്യം എങ്ങനെ എനിക്ക് മനസ്സിലായി. അല്ല, അത് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഞങ്ങളുടെയൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ട്, ഞങ്ങളുടെയൊക്കെ ഒരു സ്ത്രീ സുഹൃത്തുക്കളുണ്ട്. അപ്പം ഇവരെല്ലാവരും ആക്ച്വലി ഇതിൻ്റെ നമ്മൾ ഈ ഡ്രാഫ്റ്റുകൾ കാണിച്ചിട്ടുള്ള ചർച്ചകളിലൊക്കെ പങ്കാളികളാണ്. അപ്പം ഒരിക്കലും ഇത് രണ്ടാണുങ്ങൾ മാത്രം ഇരുന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. മോറൽസ് ജഡ്ജ്മെന്റുകൾ ഞങ്ങൾ വലിയൊരളവ് വരെ നോക്കുന്നില്ല. കാര്യം അതിന്റെ പുറകെ പോയാൽ വലിയ പാടാണ്. അതെ എന്ന് മാത്രമല്ല വളരെ സബ്ജക്റ്റീവ് ആണല്ലോ, പല പല കാര്യത്തിൽ റിസ്ക് ഉള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ആ രീതിയിൽ എടുത്തു. ഞങ്ങൾ ഓരോ സ്റ്റെപ്പിലും ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്ത് മുന്നോട്ട് പോയി. അത് ഈ പറയുന്നത് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ആയാലും അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഭാഗ്യമായിട്ടൊക്കെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എൻഡ് റിസൾട്ട് വരുമ്പോഴും വളരെ ന്യൂനപക്ഷത്തിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉയരുന്നത്. ഭൂരിപക്ഷത്തിന് വളരെ ഈ പറഞ്ഞ വളരെ സ്വീകാര്യമായ ഒരു കാര്യമായി വരുന്നു എന്നുള്ളത് അത് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സർപ്രൈസിങ് ആണ്. ഞാനത് എക്സ്പെക്ട് ചെയ്തതല്ല. കുറെ കൂടി വിമർശനം കേൾക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഭൂരിപക്ഷം കണ്ടവരും അങ്ങനെ ഒരു ഇഷ്യൂ റേസ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ സർപ്രൈസിങ്ങും വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് അത്ര സർപ്രൈസിങ് അല്ലാത്തതിന് കാരണം അതിൻ്റെ ഒരു ആസെറ്റ് ടെസ്റ്റ് ഞാൻ നേരത്തെ നടത്തി. ഇപ്പം വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കാണുക, ആ ഒരു ജനറേഷൻ കാണുക ചെയ്യുമ്പോൾ അവർക്കും കുഴപ്പമില്ലെന്നായപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന്. നിങ്ങൾ സംവിധായകനായാലും തിരക്കഥാകൃത്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രംഗം പറഞ്ഞാൽ അത് ഏതായിരിക്കും സിനിമയിൽ? സിനിമയിലെ എനിക്ക് റൂഫ് ടോപ്പിലെ
പാട്ടിന് തൊട്ട് മുമ്പായിട്ട് വരുന്ന ആ ഒരു കോൺവെർസേഷൻ അതാണ്. എനിക്ക് ക്ലൈമാക്സ് തന്നെയാണ്. ക്ലൈമാക്സ് നിങ്ങളൊരു പ്രതീക്ഷ വെച്ചിട്ടാണോ നിർത്തുന്നത്? അങ്ങനെ അത് വീണ്ടും പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സിനിമകൾ കാണുന്നത്, ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ സിനിമകളിലും ഞാൻ പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ വിൻഡോയിലൂടെ നമ്മൾ കുറേ പേരുടെ ജീവിതങ്ങളെ കാണുവാണ്. അപ്പോൾ ഇവർക്ക് ഇതിനു മുമ്പും ഇതിന് ശേഷവും ജീവിതങ്ങളുണ്ട്. നമുക്ക് എന്തോ ഒരു കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു ഇത്രയും സമയം ടൈം ഫ്രെയിമിനകത്താണ് നമ്മളിവരെ കാണുന്നത്. ഇതിന് മുൻപുള്ള ജീവിതം ഈ പറഞ്ഞ ഫ്ലാഷ് ബാക്കുകൾ ഇല്ലാതെ ധ്വനിപ്പിക്കാനും തോന്നിപ്പിക്കാനും ഒക്കെ ഞാൻ ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എന്ത് സംഭവിക്കുന്നുള്ളത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ 3-4 ദിവസമൊക്കെ കഴിഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുവാണ്. ഇപ്പോഴാണ് ഇത് കൂടുതൽ ഞാൻ പറഞ്ഞത് അത് ഇറ്റ് ഈസ് ഡിസൈൻ ടു ബി സോ. അത് എനിക്ക് സർപ്രൈസ് ഇല്ല അത് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണ്. എൻ്റെ ഫേവറേറ്റ് രംഗം ഈ പറഞ്ഞ ഇത്രയും കഴിഞ്ഞിട്ടും കഴിഞ്ഞ ആഴ്ച പ്രേക്ഷകരോട് ആദ്യമായിട്ട് ഫസ്റ്റ് ഡേക്ക് തിയേറ്ററിലിരിക്കുമ്പോൾ വീണ്ടും എൻ്റെ മനസ്സ് വിങ്ങുന്നത് ഇതാവുമ്പോഴാണ്, ക്ലൈമാക്സ് എടുക്കുമ്പോഴാണ്. അത് ആ ക്യാരക്ടേഴ്സിനോടുള്ള നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പടം ഗംഭീരമാവട്ടെ, ഇനിയും സൂപ്പർ പടങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.